എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി സംവരണത്തിൽ സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ സർക്കാർ. ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തെത്തി മന്ത്രി വി ശിവൻകുട്ടി ബിഷപ്പ്മാർ തോമസ് തറയിലുമായി കൂടിക്കാഴ്ച നടത്തി. ജോസ് കെ മാണി, ജോബ് മൈക്കിൾ MLAയും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ബിഷപ്പ് ഹൌസിലെത്തി ഭിന്നശേഷി സംവരണത്തിൽ സർക്കാരിനെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. അല്ല, ആയിരക്കണക്കിന് അധ്യാപകർ ശമ്പളമില്ലാതെയും ദിവസവേതനത്തിലും ഒക്കെ കഴിയുന്നു എന്നുള്ളത് അത് ഒരിക്കലും ക്രൈസ്തവ സഭകളുടെ മാത്രമോ അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ മാത്രമോ ഒരു പ്രശ്നമല്ല. അത് പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് തന്നെയാണ് ഞങ്ങളെന്നും മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനേതായാലും വളരെ ഭാവാത്മകമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം മന്ത്രിസഭ നടത്തുന്നു. ആദരണീയനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു എന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ അടുത്ത ദിവസം തന്നെ അവർ ഉന്നതതല യോഗം ചേർന്ന് ഇത് പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കും എന്നുള്ള ആ ഒരു വാർത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആശ്വാസകരമാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആവശ്യവും. ആ രീതിയിൽ ഗവൺമെന്റ് പ്രതികരിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമാണ്. സർക്കാർ നീക്കം ശുഭപ്രതീക്ഷയായിട്ട് കാണുന്നുണ്ടോ? എന്തോ സർക്കാർ നീക്കം ശുഭപ്രതീക്ഷയായിട്ട് കാണുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും സർക്കാർ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ പ്രശ്നത്തെ എടുക്കുകയും അതിനെ കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല, പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ്. പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു നടപടിയാണ് അധ്യാപകർക്ക് ശമ്പളമില്ലാതിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരതിനെ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് ഫലവത്താവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എന്തോ കേരള കോൺഗ്രസിന്റെ ഒരു ഇടപെടൽ അങ്ങനെയാണ് അവരുടെ നേതാക്കന്മാർ എല്ലാ പാർട്ടികളും ഈ മേഖലയിൽ സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് നമ്മുടെ ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും അവരാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർ വളരെയേറെ തവണ മുഖ്യമന്ത്രിയുമായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടും ഒക്കെ സംസാരിച്ച് ഈ മേഖലയിൽ അനുകൂലമായ നടപടി ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചു. വലിയൊരു പ്രതിസന്ധി ഇതിനിടയിലുണ്ട് എന്ന് സർക്കാരും പറയുന്നുണ്ട്. അത് മനസ്സിലായിട്ടുണ്ടോ? ഞങ്ങൾക്കത് അത്ര ബോധ്യപ്പെടുന്നില്ല. നിയമപരമായിട്ട് വലിയ പ്രശ്നമുണ്ടെന്ന്. കാരണം ഇത്രയും നാളും ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ മറ്റ് നിയമനങ്ങൾ തടസ്സപ്പെട്ട് നിന്നത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ NSS മാനേജ്മെന്റിന് ലഭിച്ച വിധിയോടുകൂടി ആ തടസ്സം മാറിയതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന നിയമോപദേശവും അതുതന്നെയാണ്. ഗവൺമെന്റിന് ഒരു ഓർഡറിലൂടെ അത് നടപ്പിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഗവൺമെന്റ് നീങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർക്കാരിനെ അറിയിച്ചു. തീർച്ചയായിട്ടും നമുക്ക് ഞങ്ങളുടേതായ വാദഗതികളെല്ലാം സർക്കാരിന്റെ മുമ്പിൽ. കത്തോലിക്ക കോൺഗ്രസ് സമുദായ സംഘടന, അൽമായ സംഘടന എന്നുള്ള നിലയിൽ സമുദായം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ അവരത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് തന്നെ വളരെ നല്ല പരിഹാരങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കേരള കോൺഗ്രസുകൾ ഒന്നിക്കണമെന്ന് കഴിഞ്ഞ ഞാൻ പറയാം. വളരെ വളരെ ലളിതമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് ഒരു സമ്മേളനത്തിൽ നടത്തിയ ഒരു അഭിപ്രായം. അത് ഒന്നിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. വിഘടിതമായിട്ട് നിന്ന് മത്സരിച്ച് കഴിഞ്ഞ് വോട്ട് ബാങ്ക് ദുർബലപ്പെട്ടു പോകും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഇവർ ഒന്നിക്കണോ എന്നൊക്കെ ഉള്ളതെല്ലാം പാർട്ടികളുടെ തീരുമാനമാണ്. അതിനകത്ത് നമ്മളാരും ഇടപെടാനായിട്ടില്ല.